വന്നാവിടേക്കുടനൊരു ദാനവൻ അന്നു ഭോജേന്ദ്രനയച്ചു മുകുന്ദനെ കൊന്നുകളവതിന് അദ്യ വധിച്ചതും മുന്നേ തുനിഞ്ഞു പോരുന്നതും ദേവകൾ തങ്ങളറിഞ്ഞ് വിമാനമാരുഹ്യവന്നു വികായത്തി നിന്നാരടുക്കവേ ദാനവനും പശുവേഷം ധരിച്ചുതൽ ധേനു സമൂഹത്തിൽ ഒന്നിച്ചുകൂടി താനതിൽ മുന്നമുള്ളൊരു ഗോവത്സമെന്നാനായ ബാലകന്മാർക്കു തോന്നും വണ്ണം നാരായണൻ അത് സൂക്ഷ്മം ഗ്രഹിച്ചുകൊണ്ട് ആരൂഢബോധം ബലഭദ്രരോടുടൻ മന്ത്രിച്ചറിയിച്ചു ചിന്തിച്ചിരിക്കായെന്ന് അന്തം മനസ്സിൽ നന്നായുറപ്പിച്ചുടൻ സന്തതം ഏതുമറിഞ്ഞില്ലാത്താൻ എന്നത് അധികേ കാണുന്നവർക്കു തോന്നും വണ്ണം സമ്പ്രതി നീളെ കളിച്ചു നടപ്പു അമ്പുകലം പശുക്കളിടത്തിലും തൊട്ടു തലോടിക്കടന്നു ഒരുമ്പെട്ടു പശുവായ ദാനവൻ തന്നുടെ പിന്നൂടെ വാലും ചരണങ്ങളും ഒന്നിച്ചു കൂട്ടിപ്പിടിച്ചുകൊണ്ട് അശ്രമം പൊങ്ങിച്ചു തൂക്കി തുടർത്തി തലകുനിച്ച് അങ്ങോ മുൻപിൽ പ്രതികാണായ മന്മഥവൃക്ഷത്തിനോടെറിഞ്ഞീടിനോരേറുകൊണ്ട് അക്ഷണം ആ കവിദ്ധം മുറിഞ്ഞന്തികെ നിൽക്കുന്നവറ്റെ തകർത്തു വീണു അമ്പരൊക്കെ അതു കണ്ട ഗോപാലരു ചത്തഗോവത്സം ധനുജാധിഭാഗാര തത്ര കിടന്നതു കണ്ട് കൗതുക ചിത്ത ഭക്രിയ നമസ്കൃത്യ മുകുന്ദനോടൊത്തധികം പ്രശംസിച്ചു നിൽക്കും വിധോ തുഷ്ടികലം സുരദ്രുമസൂനസം വൃഷ്ടി ചെയ്ത് ഇഷ്ടലാഭത്തായി അമർത്യരും തുമ്പുരു നാരദന്മാരും മുനികളും അമ്പരാതെ ദിവ്യജനങ്ങളും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു പാടി ധൃതം വന്ദനീയൻ പദം ചിന്തിച്ചു ചിന്തിച്ചു ചെന്ന് വന്ദനീയൻ പദം ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു നിജാലയം തോറും മരുവിന നിത്യം അമർത്യകാര്യാർത്ഥം യുദ്ധം പുരുഷോത്തമൻ ഉത്തമോത്തം സഭക്രപ്രിയൻ സത്യസ്വരൂപി സർവത്ര സച്ചിന്മയൻ സഖിമാരോടുമൊത്തു ദിനം പ്രതി മുഗ്ധചരിത്ര സംസിക്തനായി അഗ്രജമുഖ്യനായി
അന്തികേ ഗോവത്സവൃന്ദമൂ രക്ഷിച്ചു നിൽക്കൂ അഹരഹം അങ്ങതിനർക്കോദയം കണ്ടുപോരും വിധൗ തഥാ ചോറും കറികളുമൊക്കെ എടുത്ത് ഉറിതോറും എല്ലാരും ഒരുമിച്ചു വച്ച് ഒരുപോലെ വനം ബുക്ക് ഗോക്കളെ വെച്ച് കീലാലവും നൽകി പൊരുവിച്ചൊരേടത്തു ചേർത്തു നിർത്തി പരിചോടത തങ്ങളും മാർത്താണ്ഡജയിലിറങ്ങിക്കുളിച്ചുടൻ സർവദിഗ്ദേവതാ വന്ദനാധീരവീ സർവവിഭൂഷണാഭരണാലങ്കരണങ്ങളും നിർവഹിച്ച് ഉത്തമദേശേ ശുഭസ്ഥലേ സംവദിച്ച് ഓരോ വിനോദരസങ്ങളും ചൊല്ലി ചുടന്നിരുന്നൊത്തു മൃഷ്ടാഷ്ടിയും നല്ലവണ്ണം കടിച്ച് അല്ലൊടിച്ച് ഓരോ കല്യാണലീലകളാചരിച്ച് അതറാൽ അല്ലണയുന്നതിന് മുന്നേ വ്രജത്തിനു ചെല്ലും ഉഷതേ പുറപ്പെടും കൃഷ്ണ അങ്ങനെ ചെല്ലുന്ന കാലത്ത് ഒരു ദിവസം മധ്യാഹ്നകാലേ പശുക്കളെയും മേച്ച് ഭുക്തിയും തങ്ങൾ കഴിച്ചു സംതൃപ്തരായി മൃത്യു സഹോദരീ തീരദേശേ ശുഭേ ചിത്തമൊത്തേറ്റം കളിച്ചിരിക്കും വിധം സദ്വേഷകനായ ഭോജാധിപൻ നിയോഗത്താൽ അസുരകുലേന്ദ്രൻ
അതിശയശക്തൻ ഭഗൻ മഹാസത്വപരാക്രമയുക്തൻ അത്യന്തശൂരൻ നടേ പൂതന ചത്തവൾ തന്നുട സോദരൻ മനസ്സേ തൽ സ്വസ്തു നിഗ്രഹം ചെയ്തു തനിക്കൊരു വിഘ്നമേതും ഭവിയാതെ വിളങ്ങിന കൃഷ്ണനെയും ബലഭദ്രനെയും സഖിവർഗത്തെയും പശുസംഘത്തെയും ഒന്ന് ഭക്ഷിച്ച് എനിക്കു പരിഭവമൊക്കവേ തീർക്കുന്നതുണ്ട് എന്നൊരുമ്പെട്ട് പോന്നുവന്നാക്രമിച്ചാനൊരു പുള്ളാഴ്ച മഞ്ഞ് അതിതീക്ഷ്ണതുണ്ടാഗ്രഭയങ്കരനായി മഹാമാർഗേ കളിച്ചവൻ ചെല്ലുന്ന അവസരം പാർത്ത് വായ്ക്കൊള്ളുവതിനായി കിടന്നീടിന ആർത്തരായാരതു കണ്ടു ഗോപാലരും എന്തെന്തടോ സഖിമാരെ കിടക്കുന്നത്, എന്തൊരു ജന്തു, ഇതെന്തിനാ ഇങ്ങനെ കണ്ട പോന്നിങ്ങിവിടേക്കു വന്നു? പുനരന്തരാ ബന്ധമില്ലേതും നമുക്കൊരു ബന്ധുവായില്ല, അതിനന്തരം നേർവഴി ബന്ധിച്ചു മുട്ടിച്ചിതു കിടക്കുന്നതു. സംക്രന്ദനൻ കുലിശം കൊണ്ടുടൻ ഗരുൾ സംക്രന്ദനം ചെയ്യുകയാലേ വലൊരു വൻകുലപർവ്വതവീരൻ ഇവിടെ പങ്കജബാന്ധവനന്ദന തന്നുടെ തീരദേശേ വന്നുകൂടുകയോ? മനതാരി മനതാരി വളർന്നഴും മാരലീലാശയാ കേവലമെന്നിയേ ദാനവൻ മായയാൽ ഏവനൊരുവനിവിടെ കിടക്കയോ? ദാരുണവേഷം കലർന്ന് ഭാരുണ്ടോ ഇപ്പാറിൽ വിശന്നു വന്നേകൻ കിടക്കയോ? വല്ലതും കണ്ടാൽ നമുക്കു സഹിക്കരുതല്ലോ, ഭയങ്കരമത്രയോ ഈ ദൃശ്യം. ചൊല്ലടൂ ദേവകീ നന്ദന, ദൈവമേ നല്ലവേ നീ ഇതു കാൺകടോ പൈതലേ. നല്ലതെന്തൊന്നു നമുക്കിവിടെ പുനരല്ലലൊഴിപ്പതിന് എന്നു ഗോപാലക തുല്യമയോധനന്മാരാം സഖികൾ നിന്നല്ലൽ കലർന്നുള്ള ചേതസാ ചൊല്ലും ചൊല്ലൂ ബഹുഭയവാണികൾ കേട്ടുകേട്ട് അല്ലീ മലൽ മകൾ വല്ലഭൻ കേശവൻ നിങ്ങൾ ഭയപ്പെടായ മന്ദസ്മിതാനന്ദ സുന്ദരവക്രാരവിന്ദ മകരന്ദ സന്നിധൻ മെല്ലവേ നിങ്ങൾ ഭയപ്പെടായെന്നരുൾ ചെയ്ത് ഉടൻ അങ്ങു കടന്നു നഞ്ചസ തന്നെ പിന്നിലാമാറു സഖികളെ രാമനോടൊന്നിച്ചു നിർത്തി അടുത്തു ചെല്ലൂ വിധൗ
മന്ദേതരം തീക്ഷ്ണതുണ്ടനാകും ധനുജേന്ദ്രനങ്ങ് ഇന്ദിരാവല്ലഭനുണ്ണിയെ സന്നിധോ കണ്ടു ഞാൻ ചിന്തിച്ച കാര്യം ഇന്നെനിക്കാകന്ത സാധിച്ചിതു എന്നൊരു വൽമതക്രോധവായ്പോടവൻ കൊത്തുവാനുന്മേഷമോടു ഭക്തുണ്ടങ്ങളകറ്റിനാൻ